ഹലോ മീഡിയ ചിൽഡ്രൻ, വെൽക്കം ടു അവർ EVS ക്ലാസ്. ഇന്നൊരു പുതിയ ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചതല്ലേ. നമ്മുടെ ഭൂമി, ആകാശഗോളങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, അങ്ങനെ ഒത്തിരി മനോഹരമായ കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ടീച്ചർ ഇന്ന് പറഞ്ഞു തന്നു അല്ലേ. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് നാം വസിക്കും ഭൂമി, ദ എർത്ത് വി ഇൻഹാബിറ്റ്. എർത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം ഭൂമിയാണല്ലേ. ഇൻഹാബിറ്റ് ചെയ്യുക, വസിക്കുക, നമ്മൾ താമസിക്കുന്ന നമ്മുടെ സ്വന്തം ഭൂമിയെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഭൂമിയുടെ ആകൃതി എന്താണ് മക്കളെ? ഗോളാകൃതിയാണ് അല്ലേ, റൗണ്ട് ഷേപ്പാണ്. ആരാണ് ഈ ഭൂമിയുടെ ആകൃതി ഗോളാകൃതിയാണെന്ന് കണ്ടെത്തിയത്? മഗല്ലൻ എന്ന് പറയുന്ന ഒരാളുടെ കഥ ടീച്ചർ പറഞ്ഞു തന്നത് ഓർക്കുന്നുണ്ടോ? അദ്ദേഹം ഒരു സ്ഥലത്ത് നിന്ന്, ഭൂമിയുടെ ഒരു സ്ഥലത്ത് നിന്ന് തൻ്റെ കപ്പലിൽ യാത്ര തിരിച്ച് മാസങ്ങളോളം യാത്ര ചെയ്ത് ഒരേ ദിശയിൽ, ആ ദിശയിൽ തന്നെ സഞ്ചരിച്ച് തിരികെ അദ്ദേഹം സഞ്ചാരം തുടങ്ങിയ സ്ഥലത്ത് തന്നെ, അദ്ദേഹത്തിൻ്റെ നാട്ടിൽ തന്നെ അദ്ദേഹം തിരിച്ചെത്തി. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം മക്കളെ? ഭൂമിയുടെ ആകൃതി ഗോളാകൃതിയാണ്. മറ്റൊരു ഉദാഹരണം ടീച്ചർ പറഞ്ഞു തന്നത് കണ്ടോ? ഒരു സമുദ്രതീരത്ത് വെച്ച് പുകക്കുഴൽ ആദ്യം കാണുകയും ക്രമേണ കപ്പലിൻ്റെ പൂർണ്ണഭാഗവും കാണാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ചിത്രം നിങ്ങൾക്ക് കാണിച്ചു തന്നു അല്ലേ. ആദ്യം പുകക്കുഴൽ മാത്രമാണ് കാണാൻ കഴിഞ്ഞത്. ക്രമേണ കപ്പൽ മുന്നോട്ട് വരുന്നതനുസരിച്ച് നമുക്ക് കപ്പലിൻ്റെ മുഴുവൻ ഭാഗവും കാണാൻ കഴിഞ്ഞു. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഭൂമിയുടെ ആകൃതി ഗോളാകൃതിയാണ്. മറ്റൊരു പരീക്ഷണം ടീച്ചർ നമ്മളോട് ചെയ്തു നോക്കാൻ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? വീട്ടിൽ ഗ്ലോബ് ഉള്ളവർ എളുപ്പത്തിൽ ചെയ്യാം. ഗ്ലോബ് ഇല്ലാത്തവർ വിഷമിക്കേണ്ട. പന്തോ അല്ലെങ്കിൽ ഗോളാകൃതിയിലുള്ള ഐസ്ക്രീം ബോളോ ഏതെങ്കിലും എടുത്ത ശേഷം അതിൻ്റെ ഒരു ഭാഗത്ത് തൊടുക, എന്നിട്ട് അതേ ദിശയിൽ തന്നെ പന്ത് കറക്കുക. അപ്പോൾ നമ്മൾ എവിടെയാണോ തൊട്ടത് ആ ഭാഗത്ത് തന്നെ നമുക്ക് തിരികെ എത്താൻ കഴിയും. ഇത് എന്തുകൊണ്ടാണ്? പന്ത് ഗോളാകൃതി ആയതുകൊണ്ട് മാത്രമാണ് അല്ലേ. ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഭൂമി ഗോളാകൃതിയിലുള്ള ഒന്നാണ്. ഭൂമിയുടെ ഒരു മാതൃകയാണ് ഗ്ലോബ്. എ ഗ്ലോബ് ഈസ് എ മോഡൽ ഓഫ് ദ എർത്ത്. എർത്തിൻ്റെ ഒരു മോഡലാണ് ഗ്ലോബ് എന്ന് പറയുന്നത്. ദ എർത്ത് ഈസ് റൗണ്ട് ഇൻ ഷേപ്പ്. എർത്തിന്, ഭൂമിക്ക് റൗണ്ട് ഷേപ്പാണ്, ഗോളാകൃതിയാണുള്ളത്. ലൈക്ക് ദ എർത്ത്, ഭൂമിയെപ്പോലെ തന്നെ ദ സൺ ആൻഡ് ദ മൂൺ ആർ ആൾസോ റൗണ്ട് ഇൻ ഷേപ്പ്. ഭൂമി പോലെ തന്നെ സൂര്യനും ചന്ദ്രനും ഗോളാകൃതിയാണ് ഉള്ളത്. ഡ്രോ ദ പിക്ചർ ഓഫ് ദ എർത്ത് ഇൻ യുവർ എൻവയോൺമെൻറ്റ് ഡയറി. നമ്മുടെ പരിസര പഠന പുസ്തകത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു മനോഹരമായ ചിത്രം വരയ്ക്കാം. ഭൂമിയുടെ വരയ്ക്കാൻ ശ്രമിക്കണം കേട്ടോ. ഏകദേശം ഇതുപോലെ മനോഹരമായി എല്ലാവരും പരിസര പഠന പുസ്തകത്തിൽ എർത്തിനെ വരയ്ക്കണം കേട്ടോ. നോക്കൂ മക്കളെ, വാട്ട് ആർ ദ ഓബ്ജക്ട്സ് അറൗണ്ട് us ഹാവ് ദ ഷേപ്പ് ഓഫ് എർത്ത്? നമ്മുടെ ചുറ്റുമുള്ള ഗോളാകൃതിയിൽ കാണുന്ന വസ്തുക്കളുടെ ലിസ്റ്റ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. ലെമൺ നാരങ്ങ, ഓറഞ്ച്, ഗോലിയാണ് നമുക്ക് കളിക്കുന്ന ഗോലി, ബോൾ ഗൂസ്ബെറി നെല്ലിക്ക, ഗ്രേപ്പ് മുന്തിരി, ഗുവാവ പേരയ്ക്ക, ചെറി ടൊമാറ്റോ തക്കാളി, ലഡു. ഇവയ്ക്കൊക്കെ എന്താകൃതിയാണ് മക്കളെ? ഗോളാകൃതിയാണ് അല്ലേ. ഇതിലും കൂടുതൽ ഗോളാകൃതിയുള്ള വസ്തുക്കൾ നമുക്ക് ചുറ്റുമുണ്ട്. അതെല്ലാം കണ്ടെത്തി എഴുതുക കേട്ടോ. നോക്കൂ മക്കളെ, നമ്മുടെ പാഠപുസ്തകത്തിലെ ആക്ടിവിറ്റിയാണ് ഗോളാകൃതിയുള്ള വസ്തുക്കളെ കണ്ടെത്തി ടിക്ക് ചെയ്യുക. ഇത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. ഇതിൽ നോക്കാതെ തന്നെ സ്വന്തമായിട്ട് ടിക്ക് ചെയ്യുമല്ലോ. എല്ലാ മക്കൾക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായോ? ഓക്കെ, ഗോഡ് ബ്ലെസ് യു മൈ ഡിയർ ചിൽഡ്രൻ. താങ്ക് യു.